ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തക്കോസ്തിക്ക് മുമ്പുള്ള ഞായറാഴ്ച ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഏവൻഗേലിയൻ വേദഭാഗത്തിലെ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. 35-ാമത്തെ വാക്യം, യേശു അവരോട്, ഞാനാകുന്നു ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവർ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ചിന്ത, ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം. യേശു തന്നെയാണ് ജീവന്റെ അപ്പം എന്ന് വെളിപ്പെടുത്തുന്നത്. ഭൂമിയിലെ അപ്പം ശരീരത്തിന്റെ വിശപ്പിനെ മാത്രം മാറ്റുന്നു. എന്നാൽ ക്രിസ്തു ആത്മാവിന്റെ ശൂന്യത നിറയ്ക്കുന്നവനാണ്. മനുഷ്യൻ എത്ര ലോകസുഖങ്ങൾ നേടിയാലും ഹൃദയത്തിൽ സമാധാനം ലഭിക്കാത്തത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥ ആത്മീയാഹാരം ക്രിസ്തുവിൽ നിന്ന് മാത്രമുള്ളത് കൊണ്ടാണ് യേശുവിനോടുള്ള ബന്ധം മനുഷ്യജീവിതത്തിന് ആത്മീയത പൂർണ്ണ നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ആർട്ടോസ് ടേസ് സോയേസ് എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം ജീവന്റെ അപ്പം എന്നാണ്. ശാരീരികമായ അപ്പം താൽക്കാലിക വിശപ്പടക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന ഈ അപ്പം ആത്മീയ ശൂന്യതയെ എന്നേക്കുമായി പരിഹരിക്കുന്നു. ആഴത്തിലുള്ള ശൂന്യതയെ എന്നേക്കുമായി പരിഹരിക്കുന്നു. വചനത്തിലൂടെയും കൂദാശകളിലൂടെയും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ലോകത്തിന്റെ മോഹങ്ങളോട് ഇനി വിശപ്പ് തോന്നുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ അത്താനാസ്യോസ് പറയുന്നത്, യേശു അപ്പമാകുന്ന അവിടുന്ന് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധനായ കൂറിലോസ് പറയുകയാണ്, അലക്സാന്ദ്രിയയിലെ കൂറിലോസ് പറയുകയാണ്, ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവൻ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ആയതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ മനുഷ്യന്റെ ആന്തരിക ദാഹം തീർക്കാൻ പര്യാപ്തമല്ലെന്ന് നാം തിരിച്ചറിയണം. ഈ ചിന്താവിഷയം നമ്മോട് ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ക്രിസ്തുവിനെ കാണണം. അസ്ഥിരമായ സന്തോഷങ്ങൾക്ക് പോകാതെ ഒരിക്കലും അവസാനിക്കാത്ത ദൈവകൃപയിൽ അഭയം കണ്ടെത്തണം. ക്രിസ്തുവിനോട് ലഭിക്കുന്ന ഈ സംതൃപ്തി നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ അർത്ഥവത്താകും. ഇന്ന് മനുഷ്യനൊന്നും തൃപ്തി വരാത്ത ഒരവസ്ഥയാണ്. എന്നാൽ ക്രിസ്തു നൽകുന്ന അപ്പം തൃപ്തി നൽകുന്നതാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. രണ്ടാമത്തെ ചിന്ത, വിശപ്പിന്റെ നിത്യപരിഹാരം, എറ്റേണൽ റെമഡി ഫോർ ഹങ്കർ. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, ഒരിക്കലും എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. എൻ്റെ അടുക്കൽ വരുന്ന വിശക്കലിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ടേം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒയുമെ എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരിക്കലും, ശക്തമായ നിഷേധം, ഒരിക്കലും ഇല്ല എന്നതിൻ്റെ ഉറപ്പ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധനായ യാക്കോബ് പറയുകയാണ്, യേശുവിൻ്റെ അപ്പം വിശപ്പിനെ ശാശ്വതമായി നശിപ്പിക്കും. ആയതുകൊണ്ട് ക്ഷണികമായ ലോകത്തിന് നൽകാൻ കഴിയാത്ത ഉറപ്പാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. പലരും പറയുന്നുണ്ട്, എൻ്റെ കൂടെ വന്നാൽ അത് നടക്കും, എൻ്റെ കൂട്ടായ്മയിൽ വന്നാൽ അത് നടക്കും, എൻ്റെ സഭയിൽ എന്ന് വന്നാൽ നടക്കും, അല്ലെങ്കിൽ എന്നെ പിൻപറ്റിയാൽ നടക്കും, എൻ്റെ രാഷ്ട്രീയത്തിൽ വന്നാൽ സംഭവിക്കും, എൻ്റെ പാർട്ടിക്കാരുടെ അടുത്ത് വന്നാൽ സംഭവിക്കും. ഇതൊക്കെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ശാശ്വതമായിട്ട് എന്നാളും എക്കാലവും എന്ന് പറയുന്നില്ല. ഒരിക്കലും വിശക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് ക്ഷണികമായ ഒന്നല്ല, മറിച്ച് എറ്റേണലായിട്ടുള്ള ഒരു കാര്യമാണ്, നിത്യമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നിത്യമായി നമ്മെ സ്നേഹിക്കുവാൻ, നിത്യമായി കരുതുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. അവനിൽ വിശ്വസിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക. മൂന്നാമത്തെ ചിന്ത പറയുകയാണ്, സോഴ്സ് ഓഫ് ലൈഫ്, ജീവന്റെ ഉറവിടം. ഞാൻ ജീവന്റെ അപ്പമാകാം. ജീവന്റെ അടിസ്ഥാനവും ഉറവിടവും ക്രിസ്തുവാണ് എന്ന വലിയ സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവല്ലാതെ മനുഷ്യന് യഥാർത്ഥമായ ജീവൻ സാധ്യമല്ല. ജീവന്റെ അപ്പമായ യേശുവിനെ സ്വീകരിക്കുന്നതോടെ നാം ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുന്നു. ഈ വചനത്തിൽ യേശു മനുഷ്യനെ നിത്യജീവനിലേക്ക് ക്ഷണിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാം താൽക്കാലികമാണ്, ക്രിസ്തുവിൽ ലഭിക്കുന്ന ജീവൻ നിത്യമാണെന്ന് ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് നിത്യനായ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്, നിത്യജീവൻ നൽകുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ലോകത്തിൻ്റെ ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആ നിത്യജീവനാണ്.
അവനെ പിൻപറ്റുന്ന വഴി, അവനോട് ചേർന്നിരിക്കുന്ന വഴി അവൻ്റെ മക്കളായിത്തീരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നാലാമത്തെ ചിന്ത ഇവിടെ പറയുകയാണ്, കമ്മിങ് ടു ജീസസ്, യേശുവിലേക്കുള്ള വരവ്. എങ്കിൽ വരുന്നവന്, എൻ്റെ അടുത്തേക്ക് വരുന്നവൻ ഒരിക്കലും വിശക്കില്ല എന്ന് പറയുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വരിക എന്നത് പള്ളിയിൽ പോകുക എന്നല്ല. യേശുവിൻ്റെ അടുക്കൽ വരിക എന്ന് പറയുന്നത് തീർത്ഥാടനത്തിന് പോകുക എന്നുമല്ല. യേശുവിൻ്റെ അടുക്കൽ പോകുക എന്നൊരു മതപരമായ ചടങ്ങല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ സമർപ്പണമാണ്. മനുഷ്യൻ തൻ്റെ ദുഃഖങ്ങളും പാപങ്ങളും നിരാശകളും എടുത്ത് യേശുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ അവൻ ആശ്വാസം കണ്ടെത്തുന്നു. യേശുവിൻ്റെ അടുക്കലേക്കുള്ള ഓരോ ചൂടും ആത്മാവിനെ പുതുക്കുന്ന അനുഭവമായി മാറും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്? യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്നാണ് മാറ്റുന്നത്? നിരാശയുടെ പടുകുഴിയിലാണോ നമ്മൾ നിൽക്കുന്നത്? ദുഃഖങ്ങളുടെ നടുവിലാണോ? പാപങ്ങളുടെ നടുവിലാണോ? കടന്നു വരാൻ നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക്. യേശുവിൻ്റെ അടുത്തേക്കുള്ള വരവ്, യേശുവിലേക്കുള്ള വരവ് അത് വളരെ പ്രധാനപ്പെട്ടാണ്. യേശുവിൻ്റെ അടുത്തേക്കുള്ള വരവ് സമീപിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം യേശുവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്തുന്നു. ആയതുകൊണ്ട് നമ്മുടെ ഓരോ നടത്തങ്ങളും യേശുവിൻ്റെ അടുത്തേക്കാകാം. യേശു മാത്രമാണ് നമ്മുടെ രക്ഷകൻ. അഞ്ചാമത്തെ ചിന്ത നമുക്കിവിടെ കാണുവാൻ സാധിക്കും, എന്നാലോ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അഞ്ചാമത്തെ ചിന്ത ഏതാണ്? കാഴ്ചയും വിശ്വാസവും, സീയിങ് ആൻഡ് ബിലീവിങ്. എങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. യേശുവിൻ്റെ നേരിൽ കാണുക, അവൻ്റെ അത്ഭുതങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടും അവിടെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ്. ജീവിതത്തിൽ നടക്കില്ല എന്ന് ഒരുപാട് തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി, അതിശയകരമായി നമുക്ക് നൽകുകയും നമ്മെ വഴി നടത്തുകയും ചെയ്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ നമ്മുടെ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ഇന്നയോളം വഴി നടത്തിയ ദൈവത്തെ നമ്മൾ മറന്നു പോവുകയാണ്, അവിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ശാരീരികമായ കാഴ്ചയില്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ബോധ്യമാണ് യഥാർത്ഥ വിശ്വാസമെന്ന് ഈ വാക്യം നമ്മൾ ഓർപ്പിക്കുകയാണ്. കാഴ്ചയിലൂടെ ലഭിക്കുന്ന അറിവിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനെ ആത്മാവിൽ തിരിച്ചറിയാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കാഴ്ച എന്നത് ശാരീരികമായ പ്രക്രിയയാണെങ്കിൽ വിശ്വാസം എന്നത് ഹൃദയത്തിൻ്റെ ഒരു തീർത്ഥാടനമാണ്. യേശുവിൻ്റെ കാലത്ത് അവനോടൊപ്പം നടന്ന പലർക്കും അവനെ തിരിച്ചറിയാൻ കഴിയാത്തത് അവർ ലൗകികമായ തെളിവുകൾക്ക് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ്. ആത്മീയമായ ഉൾക്കാഴ്ചയില്ലാതെ ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് കേവലം കണ്ണുകൾക്ക് ദൃശ്യമായ അത്ഭുതങ്ങൾ തളച്ചിടാതെ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കാൻ നാം തയ്യാറാകണം. ഈ വിശ്വാസമാണ് നമ്മെ നിത്യജീവനിലേക്കും ദൈവിക സമീപത്തിലേക്ക് നയിക്കുന്ന ഏക വഴി എന്ന് പറയുന്നത്. ആറാമത്തെ ചിന്ത എന്ന് പറയുന്നത് അടയാളങ്ങൾക്കപ്പുറമുള്ള ക്രിസ്തു, ക്രൈസ്റ്റ് ബിയോണ്ട് സയൻസ്. ഭൗതികമായ ആവശ്യങ്ങൾക്കായി മാത്രം യേശുവിനെ അന്വേഷിക്കുന്നവർ ആത്മീയ സത്യങ്ങൾ കാണാതെ പോകുന്നു. ഇന്ന് അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, അത്ഭുതങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ജനത്തിൻ്റെ മധ്യത്തിലാണ് നാം നിൽക്കുന്നത്. യേശു നൽകുന്ന അപ്പത്തെ കണ്ടവർക്ക് ജീവൻ്റെ അപ്പമായ യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾക്കായി കാത്തു നിൽക്കാതെ ക്രിസ്തുവിനെ ദർശിക്കാൻ നാം പഠിക്കണം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അത്ഭുതങ്ങൾക്ക് പുറകെയല്ല പോകുന്നത്, ക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അല്ലാതെ അത്ഭുതങ്ങളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു നമ്മുടെ കൂടെ വരണമെന്നില്ല. ഇത് രണ്ടും വ്യത്യസ്തമായ വഴികളാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ വഴിയെ പോകാം, ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാം. ഏഴാമത്തെ ചിന്ത, ദ സ്റ്റേറ്റ് ഓഫ് ദി ഹാർട്ട്, ഹൃദയത്തിൻ്റെ അവസ്ഥ. എങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ വിശ്വാസം എന്നത് കണ്ണുകളുടെ ഒരു പ്രശ്നമല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ പ്രശ്നമാണ്. അന്ധമായ മനസ്സ് തെളിവുകൾ നിഷേധിക്കുന്നു, എന്നാൽ തുറന്ന ഹൃദയം ക്രിസ്തുവിൽ സ്വീകരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ അവിശ്വാസത്തിൻ്റെ തടസ്സങ്ങൾ നീക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് അവിശ്വാസങ്ങളുടെ മധ്യത്തിലൂടെ നമ്മൾ പോകുന്നു. നമ്മളുടെ കണ്ണുകൾ കണ്ടിട്ടും നമ്മളുടെ അത് വിശ്വസിക്കാതെ പോകുന്ന അവസ്ഥ. സത്യത്തിൽ കണ്ണിൻ്റെ അല്ല പ്രശ്നം, ഹൃദയത്തിനാണ് പ്രോബ്ലം. ഹൃദയത്തെ ചികിത്സിക്കുവാനായിട്ട് നാം തയ്യാറാകണം.
ആ ഹൃദയത്തെ ക്രിസ്തുവാകുന്ന വൈദ്യൻ്റെ അടുത്ത് എന്ന് ഹൃദയത്തിന് വേണ്ട ഹൃദയം സുഖപ്പെടാനുള്ള മനസ്സ് സുഖപ്പെടുവാനുള്ള മരുന്ന് ക്രിസ്തുവാകുന്ന വൈദ്യൻ്റെ കയ്യിൽ നമുക്ക് വാങ്ങിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. തടസ്സങ്ങൾ നീക്കാനായിട്ട്, അവിശ്വാസത്തിൻ്റെ തടസ്സങ്ങൾ നീക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എട്ടാമത്തെ ചിന്ത, റിജക്റ്റിംഗ് മാനിഫെസ്റ്റ് ട്രൂത്ത്, പ്രകടമായ സത്യത്തിൻ്റെ നിഷേധം. സത്യം കൺമുൻപിലുണ്ടായിട്ടും അത് സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു ജനത ഇവിടെ കാണാൻ സാധിക്കും. ഈ കാലഘട്ടങ്ങളിൽ സത്യമാണെന്ന് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടും ആ സത്യത്തെ മുറുകെ പിടിക്കുവാൻ, അത് സത്യമായിട്ട് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനും സ്വന്തം ഇഷ്ടത്തിനും വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുവാനായിട്ട് ആണ് ഇന്ന് സഭയിലും ദേവാലയത്തിലും ജോലി സ്ഥലത്തും രാഷ്ട്രീയത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ മുൻവിധികളും ചിന്താഗതികളും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിന് പലപ്പോഴും തടസ്സമായി നിൽക്കുകയാണ്. ഈ തടസ്സങ്ങളെ മാറ്റിയാൽ മാത്രമേ യഥാർത്ഥ ജീവൻ പ്രാപിക്കാൻ സാധിക്കൂ. സത്യത്തെ നാം അംഗീകരിക്കുക, സത്യത്തെ അംഗീകരിക്കുക. നുണകളുടെ കൊട്ടാരങ്ങൾ, നുണകളുടെ മതിലുകൾ ഇന്ന് സമൂഹം മുഴുവൻ പണിതു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നുണകളുടെ മതിലുകൾ പണിയപ്പെടുമ്പോൾ സത്യത്തെ കാണുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ക്രിസ്തു എല്ലാ മതിലുകളെയും തകർത്തുകൊണ്ട് സത്യം ഒരു കാലത്ത് തെളിഞ്ഞു വരും. ആയതുകൊണ്ട് പ്രകടമായ സത്യത്തിൻ്റെ നിഷേധം ആയിരിക്കരുത്, മറിച്ച് സത്യത്തെ സ്വീകരിക്കുക. സത്യത്തിൻ്റെ വക്താക്കളായി നമുക്ക് മാറാം. ഒമ്പതാമത്തെ ചിന്ത, ഹാർഡൻ ഹാർട്ട്സ് ഇൻ ഗോഡ്സ് പ്രസൻസ്. ദൈവ സന്നിധിയിലും കടുപ്പമുള്ള ഹൃദയം. അവനെ കണ്ടിട്ട് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യത്തിൽ പോലും ഹൃദയം കടുപ്പപ്പെടാം എന്ന സത്യവചനം നമ്മളെ കാണിക്കുകയാണ്. ആത്മീയ അനുഭവങ്ങൾ ഒരാളെ മാത്രം മാറ്റുന്നില്ല. ഹൃദയത്തിൻ്റെ വിനയം ആവശ്യമാണ്. യേശുവിനെ സ്വീകരിക്കാത്തവർ അവൻ്റെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹൃദയം മൃദുവാകേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം എപ്രകാരമാണ്? നമ്മൾ പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ കുർബാന അനുഭവമുണ്ട്, വേദവായനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സും ഹൃദയവും എങ്ങനെയാണ്? എളിമപ്പെടാൻ തയ്യാറാകുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 15:25 പറയുകയാണ്, അഹങ്കാരിയുടെ വീട് കർത്താവ് പൊളിച്ചു കളയും, വിധവയുടെ അതിർ അവനെന്തേക്ക് ഉറപ്പിക്കും. 1 Corinthians 10:12. ആകയാൽ നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇന്ന് മനുഷ്യൻ ഒരുപാട് ഹൃദയത്തിൽ അഹങ്കരിച്ചുകൊണ്ട് പോവുകയാണ്. അവനെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. നമ്മുടെ സകല അഹങ്കാരങ്ങളെ മാറ്റിവെക്കാം. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. 10ാമത്തെ ചിന്ത, ദ മിസ്റ്ററി ഓഫ് ഡിവൈൻ എലക്ഷൻ. ദൈവിക തെരഞ്ഞെടുപ്പിന്റെ നിഗൂഢത. എൻ്റെ പിതാവ് എനിക്ക് തന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുമെന്നാണ് പറയുന്നത്. ഈ തരുന്നത് എന്ന ഗ്രീക്ക് പദം ഡിഡോസിൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പിതാവാം ദൈവം നിരന്തരമായ സ്നേഹവും പുത്രൻ നൽകുന്ന ദാനത്തെ സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് വരുന്നത് സ്വന്തം ബുദ്ധിശക്തി കൊണ്ടല്ല, മറിച്ച് പിതാവിൻ്റെ അദൃശ്യമായ ആകർഷണം മൂലമാണെന്ന് തെളിയിക്കുന്നു. ക്രിസ്തുവിലേക്കുള്ള ഓരോ ചുവടുവെപ്പും സ്വർഗീയ പിതാവ് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കൃപയുടെ ഫലമാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് വിശുദ്ധരായിരിക്കാനാണ്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് അവൻ്റെ അളവറ്റ കരുണയിലാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം എന്നത് നമ്മുടെ സ്വന്തം നോട്ടമായി അഹങ്കരിക്കാൻ നമുക്ക് പാടില്ല. അത് പിതാവാം ദൈവം സൗജന്യമായി നമുക്ക് നൽകിയ വലിയൊരു നിധിയാണ്. നാം ക്രിസ്തുവിനെ കണ്ടെത്തി എന്നതിനേക്കാൾ ക്രിസ്തു നമ്മെ കണ്ടെത്തി എന്നതാണ് പരമപ്രധാനമായ സത്യം. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യനെ പിതാവാം ദൈവം തൻ്റെ കരുണയാൽ പുത്രനെ സന്നിധിയിലേക്ക് നയിക്കുന്നു. ആയതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിശ്വാസം എന്നത് മനുഷ്യൻ സ്വയം നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ്. അല്ല, അങ്ങനെയല്ല, മറിച്ച് സ്വർഗത്തിൽ നൽകുന്ന ഒരു ദാനമാണ്. പിതാവാം ദൈവം ഓരോ ആത്മാവിനെയും പ്രത്യേകമായി സ്നേഹിക്കുകയും പുത്രനായ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ആത്മീയ സത്യം തിരിച്ചറിയുമ്പോൾ നാം ജീവിതം നന്ദിയാൽ നിറയും. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ മഹത്തായ ദാനത്തെ വിലമതിക്കുവാൻ, അതിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ഓരോ വിശ്വാസിയും പിതാവിൻ്റെ സ്നേഹസമ്മാനമാണ്. ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന ഈ മഹത്വം ഈ ലോകത്തിൻ്റെ സങ്കടങ്ങളെക്കാൾ വലുതാണ്. അതുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തോടെ നമുക്കവനെ അനുഗമിക്കാം. 11ാമത്തെ ചിന്ത, ദ യൂണിവേഴ്സൽ ഇൻവിറ്റേഷൻ ടു സാൽവേഷൻ. രക്ഷയുടെ സാർവത്രിക ക്ഷണം.
എൻ്റെ അടുക്കൽ വരുന്നവനെ എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ഗ്രീക്ക് പദം എർക്കോമെനോൻ എന്ന പദമാണ്. അത് വർത്തമാനകാലത്തുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണ്. അതായത് ആര് എപ്പോൾ ഏതവസ്ഥയിൽ വന്നാലും അവരെ സ്വീകരിക്കാൻ ക്രിസ്തു തയ്യാറാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ജാതിയോ മതമോ സഭയോ സമൂഹമോ കഴിഞ്ഞകാല പാപങ്ങളോ കുറവുകളോ നിറമോ ഒന്നും ക്രിസ്തുവിലേക്ക് വരുന്നതിന് തടസ്സമല്ല. ദൈവത്തിൻ്റെ രക്ഷാകരമായ വിളി സകല മനുഷ്യരിലേക്കും ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്നുവെന്ന് ഈ ഗ്രീക്ക് പദപ്രയോഗം ഇവിടെ അടിവരയിടുകയാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ദൈവത്തിൻ്റെ കാരുണ്യം ഒരു സമുദ്രം പോലെയാണ്. അതിൽ കഴുകപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അതിൻ്റെ ആഴം ലഭ്യമാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ക്ഷണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യപരമായ ആഹ്വാനമാണ്. അവിടെ യോഗ്യതയില്ല, മറിച്ച് വരാനുള്ള ആഗ്രഹമാണ് മാനദണ്ഡം. വരുന്നവൻ എന്ന ഒറ്റ വാക്കിൽ മനുഷ്യകുലത്തിന് മുഴുവൻ പ്രത്യാശയും അടങ്ങിയിരിക്കും. ഈ സാർവത്രിക ക്ഷണം സ്വീകരിക്കുന്നവർക്ക് ജീവിതത്തിൽ പുതിയൊരു ലക്ഷ്യബോധം ലഭിക്കും. ആയതുകൊണ്ട് പ്രിയമുള്ളവർ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അന്ത്യോക്യയിലെ അഗ്നിമയന ഇഗ്നാത്യോസ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ വിശുദ്ധരായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. രക്ഷയുടെ ഈ ക്ഷണം വിശ്വസ്തവും മാറ്റമില്ലാത്തതുമാണ്. ഇത് നമുക്ക് സ്വീകരിക്കാം. ഈ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ വളരാം. 12ാമത്തെ ചിന്ത, ദൈവിക സംരക്ഷണത്തിന്റെ ഉറപ്പ്, ദ അഷുറൻസ് ഓഫ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. എൻ്റെ അടുക്കൽ വരുന്നവൻ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് പറയുകയാണ്. തള്ളിക്കളയുന്ന ഗ്രീക്ക് പദത്തിൽ എക്ബാലോ എന്നാണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ അക്ഷരം പുറത്തേക്ക് എറിയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇതാ പറയുകയാണ്, യേശു വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഓർമ്മിപ്പിക്കട്ടെ. ഈ ലോകത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അസ്ഥിരമാണെങ്കിലും ക്രിസ്തു നൽകുന്ന സുരക്ഷ ശാശ്വതമാണ്. നാം അവനിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഭാവവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നീങ്ങുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് കൊടുങ്കാട്ടിലും പതറാതെ നൽകും. ആത്മീയ സുരക്ഷ എന്ന ഭയമില്ലാത്ത ഒരു ജീവിതത്തിലേക്കുള്ള ക്രിസ്തുവിൻ്റെ വിളിയാണ്. തള്ളിക്കളയുകയില്ല എന്ന ക്രിസ്തുവിൻ്റെ മൊഴി ഓരോ വിശ്വാസിയും ജീവിതയാത്രയിൽ നൽകുന്ന വലിയൊരു തുണയാണ്. ലോകം നമ്മെ ഒറ്റപ്പെടുത്തിയാലും, വീട്ടുകാർ ഒറ്റപ്പെടുത്തിയാലും, ജോലി സ്ഥലത്ത് ഒറ്റപ്പെടുത്തിയാലും, സമൂഹം ഒറ്റപ്പെടുത്തിയാലും, ബന്ധുക്കൾ ഒറ്റപ്പെടുത്തിയാലും, ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ നമുക്കായി എന്നും തുറന്നിരിക്കും. ഈ സുരക്ഷയിൽ വിശ്വസിക്കുന്നവന് മരണത്തെയോ പരാജയത്തെയോ ഭയപ്പെടേണ്ടി വരുന്നില്ല. 13ാമത്തെ ചിന്ത, ദൈവിക സ്വീകാര്യതയുടെ ആഴം, ദ ഡെപ്ത് ഓഫ് ഡിവൈൻ അക്സെപ്റ്റൻസസ്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ക്രിസ്തു തകർന്നവരെ ചേർത്തു പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വചനം പറയുകയാണ് 27ാം സംഘത്തിന് 10ാമത്തെ വാക്യം, എൻ്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ ചേർത്ത് കൊണ്ടുവന്നു. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ലോകം നിന്നെ നിന്ദിക്കുകയും പുറന്തള്ളുകയും ചെയ്തേക്കാം, എന്നാൽ നിന്റെ സൃഷ്ടാവായ ദൈവം നിന്നെ സ്വീകരിക്കാൻ കൈകൾ വിരിച്ച് കാത്തു നിൽക്കുകയാണ്. യോഹന്നാൻ 14:18 പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. തിരസ്കാരം നേരിടുമ്പോൾ നാം താർന്നു പോകേണ്ടത് ആവശ്യമില്ല. നമ്മൾ ഒത്തിരി തിരസ്കരിക്കപ്പെട്ടവരാണ്, തള്ളിക്കളയൽ ഏറ്റുവാങ്ങിയവരാണ്. ജീവിതത്തിൽ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയ ജീവിതത്തിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നു, സഭയിൽ, സമൂഹത്തിൽ, പള്ളിയിൽ, ജോലി സ്ഥലത്ത്, നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഒഴിവാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും തിരസ്കരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ് നീ. പേടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യർ നമ്മുടെ ലാഭങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് നിന്നെ സ്വീകരിച്ചേക്കാം. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിലേക്ക് നിനക്ക് ചേർന്ന് നിൽക്കാം. അവിടുത്തെ സന്നിധിയിലെത്തുന്ന ഏതൊരാൾക്കും സമാധാനവും സുരക്ഷയും ഉറപ്പാണ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സുരക്ഷിത ബോധമാണ് ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. അവൻ്റെ വാഗ്ദത്തത്തിൽ നമുക്ക് വിശ്വസിക്കാം. അവൻ നമ്മുടെ അഭയസ്ഥാനമാണ്. അവനിൽ മാത്രം ആശ്രയിക്കാം. 14ാമത്തെ ചിന്ത, സ്വന്തം ഹിതത്തിൻ്റെ പരിത്യാഗം, സാക്രിഫൈസ് ഓഫ് പേഴ്സണൽ വിൽ. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ വചനത്തിൽ ഇഷ്ടം എന്നത് ഗ്രീക്കിൽ തെലേമ എന്നാണ് പദമാണ് ഉപയോഗിച്ചത്. ഇത് വേറെ ആഗ്രഹത്തെ മാത്രമല്ല, മറിച്ച് ഒരാളുടെ ആന്തരികമായ നിശ്ചയത്തെയും ലക്ഷ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്.
യേശുക്രിസ്തു ദൈവമായിരുന്നിട്ടും തൻ്റെ മനുഷ്യാവതാരത്തിൽ സ്വന്തം താല്പര്യങ്ങളെ പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുത്തി. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളെക്കാൾ ഉപരിയായി ദൈവഹിതത്തിന് മുൻഗണന നൽകണം എന്നാണ് ഈ ഗ്രീക്ക് പദം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധനായ ക്ലെമീസ് പറയുകയാണ്, തൻ്റെ സ്വന്തം ഇഷ്ടത്തെ ദൈവഹിതത്തിന് ബലിയർപ്പിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ ജേതാവാണ്. ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 22:42 പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. നാം ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. ഫിലിപ്പിയർ 2:4 നമുക്ക് കാണുവാൻ സാധിക്കും. ആയതുകൊണ്ട് നമ്മൾ സ്വാർത്ഥത വെടിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമല്ല മറ്റുള്ളവൻ്റെ ഇഷ്ടവും കൂടെ നമ്മളൊന്ന് നോക്കാൻ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ ജീവിതം മുഴുവൻ നിസ്വാർത്ഥതയുടെ ഒരു മഹാകാവ്യമായിരുന്നു. സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടം നിറവേറ്റാനല്ല, മറിച്ച് മനുഷ്യൻ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, സമ്പത്തെല്ലാം സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ, നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീടുണ്ടെങ്കിൽ, നമുക്ക് ധനം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്തു അതാണ് നൽകിയത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ലൗകിക നേട്ടങ്ങളല്ല, മറിച്ച് നാം എത്രത്തോളം ദൈവഹിതത്തിന് കീഴടങ്ങി എന്നതിലാണ്. നിസ്വാർത്ഥമായ സമർപ്പണം നമ്മെ കൂടുതൽ ദൈവത്തോടെ ഏകീഭവിപ്പിക്കുന്നു. 15ാമത്തെ ചിന്ത നിയോഗത്തോടുള്ള അചഞ്ചലമായ സമർപ്പണം, അൺവേവറിങ് കമ്മിറ്റ്മെന്റ് ടു ദി മിഷൻ. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടമെന്ന് പറയുക, ഒരു വിശ്വസ്തത കാണുവാൻ സാധിക്കും. പിതാവിൻ്റെ ഹിതത്തിന് വിശ്വസ്തമായ സാക്ഷ്യമായ ക്രിസ്തു നൽകുന്നു. വിശുദ്ധനായ ഇഗ്നാത്തിയോസ് ലോറയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചവൻ തിരിഞ്ഞു നോക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തയാണ് നിന്റെ കരുത്തെങ്കിൽ നിന്റെ ദൗത്യം വിജയിക്കുക തന്നെ ചെയ്യും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നത് മരണം പര്യന്തം വിശ്വസ്തനായിരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലൊരു വിശ്വസ്തനുമായ ദാസനെ കൊള്ളാമെന്ന് മത്തായിയുടെ സുവിശേഷം 25-21 പറയുന്നു. ആയതുകൊണ്ട് പറഞ്ഞ വാക്ക് പവിഴം പോലെ ആകണമെന്ന് പറയുന്നു. ഇതുപോലെയുള്ള വാൾ പോലെ ആകരുത് വിശ്വസ്തത. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങളെ പോലും വിശ്വസ്തയോടെ നിൽക്കുവാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോവുകയാണ്. യേശുവിൻ്റെ വിശ്വസ്ത കേവലം ഒരു ഗുണമല്ല, മറിച്ച് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ ദൈവത്തിൻ്റെ പ്രീതി ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് മാത്രമേ വിശ്വസ്തതയുടെ ഈ പാത പിന്തുടരാൻ സാധിക്കൂ. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ വിശ്വസ്തതയുടെ വഴി പലപ്പോഴും കഠിനമായിരിക്കും, എന്നാൽ അതിൻ്റെ ഫലം നിത്യമാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. വിശ്വസ്തതയുടെ ഉള്ള ജീവിതം എന്ന നിരന്തരമായൊരു ആരാധനയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ കാണിച്ചു തന്ന വിശ്വസ്തതയുടെ ഉന്നതരമാണ്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്ന വാക്കുകളിൽ ഒരു വലിയ സമർപ്പണം ഒളിഞ്ഞിരിക്കുകയാണ്. 16ാമത്തെ ചിന്ത ദൈവഹിതത്തോടുള്ള പൂർണ്ണ സമർപ്പണം, ടോട്ടൽ സബ്മിഷൻ ടു ഡിവൈൻ വിൽ. പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ് വളരെ പ്രധാനപ്പെട്ട. അനുസരണത്തിൻ്റെ വലിയൊരു മാതൃക കാണാൻ സാധിക്കും. അനുസരണം എന്നത് വിശ്വാസത്തിൻ്റെ പുത്രിയാണ്. അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഏറ്റവും ഹ്രസ്വമായ പാതയമാണ്. വിശുദ്ധനായ ഇസ്ഹാക്ക് പറയുന്നത് അങ്ങനെയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നുണ്ട്, അവൻ പുത്രനായിട്ടും താൻ സഹിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. പ്രിയമുള്ളവരെ, 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്ന, അനുസരണം മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലതാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്, അത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലതാണെന്ന് പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, മരണം വരെ, ക്രൂശിൻ്റെ മരണം വരെ അനുസരണമുള്ളവർ തന്നെ താഴ്ത്തിയത്. അനുസരണം എന്ന അടിമത്തമല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള സ്വയം സമർപ്പണമാണ്. ഈ അനുസരണത്തിൻ്റെ പാത പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കും. അനുസരണം ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന ശിലയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുടനീളം കാണിച്ചെന്ന അനുസരണത്തിൻ്റെ മാതൃക പിന്തുടരാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഈ പാത മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ചിറകുകളാണ്. അവ നിന്നെ ഉന്നതങ്ങളിലേക്ക് വഹിക്കുന്നു.
മനുഷ്യൻ്റെ അനുസരണക്കേടിലൂടെയാണ് ദൈവത്തിൽ നിന്നകന്നു പോയത്. എന്നാൽ ക്രിസ്തു തൻ്റെ അനുസരണത്തിലൂടെ നമ്മെ ദൈവത്തോട് വീണ്ടും അടുപ്പിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും ദൈവഹിതം തിരയുന്ന ഒരു ആരാധനയാണ്. ഈ പോരാട്ടത്തിൽ ക്രിസ്തു നമുക്ക് വലിയ കരുത്ത് നമ്മുടെ മാതൃക കൂടിയാണ്. 17ാമത്തെ ചിന്ത ദൈവികമായ ശൂന്യവൽക്കരണം, ദ ഡിവൈൻ കനോസിസ്. ഈ വചനത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന ഗ്രീക്ക് പദം വളരെ പ്രധാനപ്പെട്ടതാണ്. കറ്റാബെബേക്ക എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു കേവലം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്രയല്ല, മറിച്ച് അത്യുന്നതനായ ദൈവം തന്നെ താഴ്ത്തി മനുഷ്യവർഗത്തിന് സമനായി തീർന്ന കനോസിസ് അഥവാ ആത്മീയ ശൂന്യവൽക്കരണത്തെ സൂചിപ്പിക്കുകയാണ്. ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ഇറങ്ങിവരവെന്ന് പറയുന്ന വലിയൊരു താഴ്മയുടെ അടയാളമാണ്. വിശുദ്ധനായ അത്താനാസിസ് പറയുകയാണ്, ദൈവം മനുഷ്യനായി തീർന്ന മനുഷ്യൻ ദൈവിക സ്വഭാവത്തിന് പങ്കാളിയാകേണ്ടതിനാണ്. അവൻ തൻ്റെ ഔന്നത്യം വെടിഞ്ഞ് നമ്മുടെ താഴ്ചയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യന്റെ അഹങ്കാരത്തെ താർക്കാനാണ് ദൈവം ഒരു പൈതലായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സകലത്തിൻ്റെ ഉടയവൻ ഒരു പുൽത്തൊട്ടിൽ ജനിക്കാൻ തയ്യാറായതിലൂടെ വിനയത്തിൻ്റെ പുതിയൊരു പാഠം ലോകത്തിന് നൽകുകയാണ്. യഥാർത്ഥമായ മഹത്വം എന്നത് മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുന്നതിനല്ല, മറിച്ച് വിനയത്തോടെ സേവിക്കുന്നതിലാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ താഴ്ന്നവരായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അമൂല്യരായവർ വിനയമുള്ളവർ മാത്രമാണ്. നിത്യതയുടെ വാതിൽ വിനയമുള്ളവർക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടിരിക്കുന്നു, താഴ്മയുള്ളവർക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ടിരിക്കുന്നു. 18ാമത്തെ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദ എറ്റേണൽ അഷുറൻസ് ഓഫ് ഡിവൈൻ കസ്റ്റഡി, ദൈവിക സംരക്ഷണത്തിന് നിത്യമായ ഉറപ്പ്. പ്രിയമുള്ളവരെ, ഇവിടെ സുരക്ഷിതമായി നിത്യതയിൽ നമ്മെ എത്തിക്കുക എന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ നിയോഗമാണ്. വിശുദ്ധ ക്ലെമീസ്, അലക്സാന്ദ്രിയയിലെ വിശുദ്ധ ക്ലെമീസ് പറയുന്നത്, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആത്മാവ് കാറ്റിലിളകാത്ത ദീപം പോലെയാണ്. ലോകം മുഴുവൻ എതിർത്താലും അവൻ സുരക്ഷിതനായിരിക്കും. ആയതുകൊണ്ട് നമ്മുടെ ആത്മീയ സുരക്ഷ നമ്മുടെ കഴിവിനേക്കാൾ ഉപരി ക്രിസ്തുവിൻ്റെ വിശ്വസ്തതയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടമെന്നത് നമ്മൾ ആരും നശിച്ചു പോകരുതെന്നാണ്. ചിലർ വിചാരിക്കും, ഞാൻ നശിച്ചു പോയി, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി ആരുമില്ല, എൻ്റെ ജീവിതം നശിച്ചു പോയി. എന്നാൽ ക്രിസ്തു നമ്മളെ ആരെയും അനാഥരായി വിടുകയില്ല. ക്രിസ്തുവിൻ്റെ ഉറപ്പ് മരണത്തിനപ്പുറമുള്ളൊരു പ്രത്യാശ നൽകുകയാണ്. അവസാന നാൾ നാം ഉയർപ്പിക്കപ്പെടുമെന്ന വാഗ്ദത്തം ഈ സുരക്ഷയുടെ പൂർത്തീകരണമാണ്. ദൈവത്തിൻ്റെ അനന്തമായ കാരണത്തിന് കീഴിൽ വിശ്രമിക്കുന്ന ഓരോ വിശ്വാസിയും ഭാഗ്യവാനാണ്. ഈ സുരക്ഷിത ബോധം ഭയമില്ലാതെ ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നു. 18ാമത്തെ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹോപ്പ് ഓവർകമ്മിങ് ഡെത്ത്, മരണത്തെ അതിജീവിക്കുന്ന പ്രത്യാശ. ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മരണം ഒരു ദീർഘനിദ്ര മാത്രമാണ്. സ്വർണ്ണനാവുകാരനെ ഇവാനിയോസ് പറയുന്നത് എങ്ങനെയാണ്? പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന പോലെ പുനരുത്ഥാനത്തിൻ്റെ നാളിൽ ക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മെ ഉണർത്തും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് മരണത്തിനപ്പുറത്തൊരു പ്രത്യാശ നൽകുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ കഷ്ടതകളോ രോഗങ്ങളോ മരണമോ നമ്മെ തളർത്താൻ അനുവദിക്കരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ ലൗകിക ജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് സ്വർഗീയമായ മഹത്വത്തിലേക്കുള്ളതാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ആശ്രയിക്കുന്നവർക്ക് മരണഭയമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിൽ അധിഷ്ഠിതമാണ്. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു നമ്മുടെയും ഉയർപ്പിൻ്റെ ഉറപ്പായിട്ടാണ്. ഈ പ്രത്യാശയാണ് നൂറ്റാണ്ടുകളായി വിശ്വാസികളെ പീഡനത്തിലും കഷ്ടതയിലും ഉറപ്പിച്ചു നിർത്തിയത്. മരണത്തിൻ്റെ നിഴലിൽ വീണ താഴെ നടക്കുമ്പോൾ കർത്താവ് കൂടെ ഉണ്ടെന്ന ബോധ്യം നമുക്ക് സമാധാനം നൽകുന്നു. ആത്മീയവും ശാരീരികവുമായ പൂർണ്ണത പ്രാപിക്കുന്ന ആ മഹത്തമായ നാളിലേക്കായി നമുക്ക് ഒരുങ്ങാം. നിത്യജീവൻ നമുക്കായി വാഗ്ദാനം നൽകിയിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. 20ാമത്തെ ചിന്ത വ്യക്തിഗതമായ ദൈവിക കരുതൽ, ഇൻഡിവിജ്വൽ ഡിവൈൻ പ്രൊവിഡൻസ്. ഈ വചനത്തിൽ ഒന്നിനെയും എന്നതിന് ഗ്രീക്കിൽ പാൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഓരോന്നിനെയും എന്നാണ്. അതായത് ഒരു വലിയ കൂട്ടമായിട്ടില്ല, മറിച്ച് ഓരോ വ്യക്തിയെ അക്കമിട്ട് വേർതിരിച്ച് ദൈവം ശ്രദ്ധിക്കുന്നത് വളരെ ഇത് വ്യക്തമാകും.
പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. നീ ഒറ്റപ്പെട്ടവനായിരിക്കാം. നീ ആർക്കും വേണ്ടാത്തതാണ്. പക്ഷെ കർത്താവ് നിന്നെ കാണുന്നുണ്ട്. ദൈവം ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് ലോകത്തിൽ സ്നേഹിക്കാൻ അവൻ മാത്രമുള്ളതുകൊണ്ടാണ്. വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-30 വാക്യം പറഞ്ഞത് നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:3 അവൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു എന്നാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:10 ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. ആയതുകൊണ്ട് ഈ ലോകം നമ്മളെ അവഗണിച്ചാലും ദൈവം നമ്മെ വ്യക്തിപരമായി ശ്രദ്ധിക്കുന്നു. ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുമ്പോഴും നിയന്ത്രിക്കുമ്പോഴും ഓരോ മനുഷ്യൻ്റെ ഹൃദയടൊപ്പം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നിനും നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത്. ഈ സ്വർഗീയ സംരക്ഷണത്തിന് കീഴിൽ നാം സുരക്ഷിതരാണ് എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 21ാമത്തെ ചിന്ത, ദൈവിക സ്നേഹത്തിന് നിത്യത, ദ എറ്റേണിറ്റി ഓഫ് ഡിവൈൻ ലവ്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടമോ എന്നിവിടെ പറയുന്നുണ്ട്. അവൻ്റെ ഇഷ്ടം എന്ന ഗ്രീക്ക് പദം തെലീമ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കേവലം ഒരു ആഗ്രഹമല്ല, മറിച്ച് അവൻ്റെ സ്നേഹമാണ്. ക്രിസ്തുവിനോട് വെളിപ്പെട്ട ഈ സ്നേഹം നമ്മെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യനെ പോലെയാണ്. നിഴലുകൾ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ പ്രകാശം എന്നും ഒരുപോലെ ആയിരിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജെറമ്യായുടെ പുസ്തകം 31:3 പറയുന്നത്, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, എന്നാൽ എൻ്റെ സ്നേഹം നിന്നെ വിട്ടുമാറിയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ ഒന്നിനും കഴിയില്ല എന്ന് റോമർ 8:39 കാണാൻ സാധിക്കും. യെശയ്യാ 49:15 പറയുന്നുണ്ട്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരു വികാരമല്ല, മറിച്ച് നമ്മെ നൽകിയിരിക്കുന്ന ഉറപ്പാണ്. സ്നേഹം കിട്ടാതിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, സ്നേഹമില്ലാത്ത അവസ്ഥയിൽ. ഇതാ കർത്താവ് പറയുകയാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്നും നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ കോട്ടയെ നിലകൊള്ളുകയാണ്. 22ാമത്തെ ചിന്ത, ആത്മീയ ദർശനത്തിൻ്റെ 3 പടവുകൾ, 3 steps ഓഫ് സ്പിരിച്വൽ വിഷൻ. പുത്രനെ കണ്ട് അവൻ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പുത്രനെ കാണുക, അവനിൽ വിശ്വസിക്കുക, നിത്യജീവൻ ഉണ്ടാവുക. ആത്മീയ ദർശനത്തിൻ്റെ 3 പദങ്ങൾ കാണുവാൻ സാധിക്കും. വിശ്വാസം എന്നത് അന്വേഷിക്കുന്ന ബുദ്ധിയല്ല, മറിച്ച് സ്നേഹിക്കുന്ന ഹൃദയത്തിൻ്റെ കാഴ്ചയാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന യേശുക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ടല്ല, മറിച്ച് ദൈവപുത്രനായിട്ട് തിരിച്ചറിയുന്നതാണ് 1ാം ഘട്ടം എന്ന് പറയുന്നത്. തുടർന്ന് വിശ്വസിക്കുക എന്ന 2ാം ഘട്ടത്തിലൂടെ നാം ആ തിരിച്ചറിവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഈ വചനത്തിലൂടെ രക്ഷയുടെ വഴി വളരെ ലളിതവും എന്നാൽ അഗാധവുമായി ക്രിസ്തു വിവരിക്കുന്നു. പലരും ക്രിസ്തുവിനെ കണ്ടു, പക്ഷെ വിശ്വസിച്ചില്ല. കാണുക എന്നത് ബുദ്ധിപരമായ തിരിച്ചറിവാണെങ്കിൽ വിശ്വസിക്കുന്നത് ഹൃദയത്തിൻ്റെ തീരുമാനമാണ്. 2 ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോഴാണ് ഒരാൾ ആത്മീയമായി ജീവിക്കാൻ തുടങ്ങുന്നത്. ഈ ജീവൻ മരിച്ചതിന് ശേഷം ലഭിക്കുന്ന ഒന്നല്ല, ക്രിസ്തു വിശ്വസിക്കുന്ന നിമിഷം തന്നെ ആരംഭിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ്. കാണുക, വിശ്വസിക്കുക, ജീവിക്കുക എന്നത് രക്ഷയുടെ ഒരു ചങ്ങലയാണ്. ഈ ചങ്ങലയിലെ ഒരു കണ്ണ് തകർന്നാൽ ആത്മീയ യാത്ര അപൂർണമാകും. ആയതുകൊണ്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്ന അവനെ നമ്മുടെ കർത്താവെ തിരിച്ചറിയും, പൂർണ്ണ ഹൃദയത്തോടെ അവനെ ആശ്രയിക്കുകയും അവനിൽ വിശ്വസിക്കുകയും നിത്യജീവൻ അങ്ങനെ അവകാശമായി മാറുകയും ചെയ്യും. അന്ധകാരം നിറഞ്ഞ ലോകത്ത് ക്രിസ്തുവിനെ ദർശിക്കാനുള്ള ആത്മീയ കണ്ണുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദർശനം നമ്മെ നിത്യതയുടെ പ്രകാശത്തിലേക്ക് നയിക്കും. 23ാമത്തെ ചിന്ത, ആത്മീയ രഹസ്യങ്ങളിൽ ലൗകിക യുക്തിയും, സ്പിരിച്വൽ മിസ്റ്ററീസ് വേഴ്സ് വേൾഡ്ലി ലോജിക്. ഇവിടെ പിറുപിറുത്തു എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്ന അസംതൃപ്തിയുടെയും അവിശ്വാസത്തിൻ്റെയും സ്വരമായിട്ടാണ്. തങ്ങളുടെ കൺമുൻപിൽ നിൽക്കുന്ന യേശുവിനെ ഒരു സാധാരണക്കാരനായി മാത്രമേ യഹൂദന്മാർക്ക് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്നുള്ള ആത്മീയ സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദൈവം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര ചെറുതാണെങ്കിൽ അവൻ ദൈവമായിരിക്കുകയില്ല എന്നാണ് ഒരു വിശുദ്ധൻ പറഞ്ഞത്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യബുദ്ധിക്കും യുക്തിക്കും എത്രമാത്രം അപ്പുറത്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
സദൃശവാക്യങ്ങളുടെ പുസ്തകം 3:5 പറയുന്നുണ്ട്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക, സ്വന്തം ധാരണയിൽ ഊന്നരുതെന്ന് പറയുക. നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതുമ്പോൾ പിറുപിറുക്കുന്നതിന് പകരം നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയെ അംഗീകരിക്കാൻ നാം തയ്യാറാകണം. വിശ്വാസം തുടങ്ങുന്നത് ബുദ്ധി അവസാനിക്കുന്നിടത്താണ്. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അളക്കാൻ നമ്മുടെ ചെറിയ ബുദ്ധിക്ക് കഴിയുകയില്ല. നമ്മൾ ഒരു കാരണവശാലും പിറുപിറുക്കരുത്. ക്രിസ്തുവിനെ അനുസരിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ സ്വർഗീയ ദൗത്യം മനസ്സിലാക്കാൻ ഹൃദയത്തിന് ലാളിത്യം ആവശ്യമാണ്, വിനയം ആവശ്യമാണ്. ബുദ്ധിക്ക് അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ കാലഘട്ടങ്ങളിലും സത്യം വിളിച്ചു പറയുമ്പോൾ പിറുപിറുക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണുവാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്നുള്ള രക്ഷകനായിട്ടാണ് യേശു വന്നത്. പക്ഷേ പലരും ഇന്ന് അവൻ്റെ ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, സത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്നതുകൊണ്ട് പിറുപിറുക്കാതിരിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് പരിപൂർണമായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. 24ാമത്തെ ചിന്ത, ഉപരിപ്ലവമായ കാഴ്ചയും ആത്മീയ യാഥാർത്ഥ്യവും, സൂപ്പർഫിഷ്യൽ സൈറ്റ് വേഴ്സ് സ്പിരിച്വൽ റിയാലിറ്റി. ഈ വചനം യഹൂദന്മാരുടെ യുക്തി വളരെ ലളിതമായിരുന്നു. അവർ യേശുവിനെ ഒരു കുട്ടിയായിട്ട് കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളെ അറിയാം, ഞങ്ങൾക്കറിയാം എന്ന പദമാണ് ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചത്. അതായത് അവർക്കറിയുന്നത് കേവലം ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. പരിചിതമായ കാര്യങ്ങൾ ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കുന്നതിന് തടസ്സമായി മാറും എന്നതിന് വലിയൊരു ഉദാഹരണമാണ്. യേശുവിനെ ഒരു മരപ്പണിക്കാരൻ്റെ മകൾ എന്ന ലേബൽ തളച്ചിട്ടപ്പോൾ അവർക്ക് അവൻ്റെ സ്വർഗീയ മഹിമ കാണാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ കാണാൻ കണ്ണുകളല്ല, മറിച്ച് വിശ്വാസത്താൽ കഴുകപ്പെട്ട ഹൃദയമാണ് വേണ്ടതെന്ന് വിശുദ്ധ അംബ്രോസ് പറയുന്നു. ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് അതൊരു വലിയ, അയൽവാസികളായ യഹൂദന്മാർക്ക് അവൻ വെറും ഒരു സാധാരണക്കാരനായിരുന്നു. തങ്ങളുടെ ഇടയിൽ വളർന്നൊരുവൻ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്നവനാവുന്നു ആയിരുന്നു അവരുടെ തർക്കം. മനുഷ്യരുടെ ദൃഷ്ടിയുടെ പരിമിതി നാം തിരിച്ചറിയണം. നാം കാണുന്നും അറിയുന്നും പൂർണ്ണമല്ല. യേശുവിനെ കേവലം ഒരു മനുഷ്യനായി മാത്രം കണ്ടവർക്ക് അവനിലെ രക്ഷ നഷ്ടമായി. നമ്മുടെ മുൻവിധികൾ മാറ്റിവെച്ച് ദൈവത്തെ ദൈവമായി കാണാൻ നാം സാധിക്കണം. ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആത്മീയ ദൃഷ്ടി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മുൻവിധികളെല്ലാം മാറ്റിവെക്കാം. നമ്മളിന്ന് മുൻവിധികളുടെ നടുവിലൂടെ പോവുകയാണ്. അവനെ അന്ധമായി വിശ്വസിക്കാം, അന്ധമായി അവനോട് ചേർന്നിരിക്കാം. അവനെ പരിപൂർണമായിട്ട് അവനിലേക്ക് നമുക്ക് ചാഞ്ഞിയല്ല, അവൻ നമ്മെ വഴി നടത്തും. നമ്മുടെ ഭൗതികമായ ദൃഷ്ടി മാറ്റിവെച്ചിട്ട് ആത്മീയമായ കണ്ണിലൂടെ അവൻ്റെ അടുത്തേക്ക് നമുക്ക് വരാൻ സാധിക്കാം. 25ാമത്തെ ചിന്ത, പെറുപെറുപ്പിന് യേശുവിൻ്റെ മറുപടി, ജീസസ് ആൻസർ ടു മർമറിങ്. ഇന്ന് ഈ കാലഘട്ടങ്ങളിലും പെറുപെറുക്കുന്ന മനുഷ്യരുണ്ട്. ദേവാലയത്തിൽ, വീട്ടിൽ ഒരു പെറുപെറുക്കലിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. കർത്താവ് ഇതാ യേശു മറുപടി പറയുകയാണ്, നിങ്ങൾ പെറുപെറുക്കരുത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വീട്ടിൽ പെറുപെറുക്കരുത്, ദേവാലയത്തിൽ പെറുപെറുക്കരുത്, സഭയ്ക്കുള്ളിൽ പെറുപെറുക്കരുത്, ജോലി സ്ഥലത്ത് പെറുപെറുക്കരുത്. അരുത്. പെറുപെറുപ്പ് ആത്മീയ സമാധാനം നശിപ്പിക്കുന്നു, അത് വിശ്വാസം ദുർബലമാക്കുന്നു, ഹൃദയത്തെ കടിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാത്തപ്പോൾ പോലും വിശ്വാസത്തോടെ കാത്തിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. നന്ദിയുള്ള മനസ്സ് ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നു. ഒരു കാരണവശാലും നാം പെറുപെറുക്കരുത്. 26ാമത്തെ ചിന്ത, കൃപയുടെ പരമാധികാരം, ദ സോവർജിനിറ്റി ഓഫ് ഗ്രേസ്. ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, രക്ഷ എന്നത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, മറിച്ച് ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നതാണ്. പാപനിമിത്തം മരവിച്ചു പോയ മനുഷ്യൻ്റെ ഹൃദയത്തിലെ സ്വന്തം താല്പര്യപ്രകാരം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ലെന്ന് യേശു വ്യക്തമാക്കുന്നു. നമ്മുടെ രക്ഷയുടെ ഒന്നാം ഘട്ടം നമ്മുടെ തീരുമാനമാണ് അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇടപെടലാണ്. മനുഷ്യൻ അശക്തനാകുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നാം കൈവരിക്കുന്ന ഓരോ പുരോഗതിയും ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാൻ വിശ്വസിച്ചു എന്ന് അഹങ്കരിക്കുന്നതിനേക്കാൾ ദൈവം എനിക്ക് നൽകിയെന്ന് വിനയത്തോടെ സമ്മതിക്കുകയാണ്. നമ്മുടെ അസാധ്യതകളെ ദൈവത്തിൻ്റെ സാധ്യതകളിലേക്ക് സമർപ്പിക്കാം. ഒരിക്കലും നടക്കില്ല,
ഒരിക്കലും അത് സംഭവിക്കില്ല, അത് ജീവിതത്തിൽ നടക്കില്ല എന്ന് തള്ളിക്കളയുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സാധ്യതകളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവൻ നമ്മെ ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ദൈവം. 27ാമത്തെ ചിന്ത, എ ലിസണിങ് ഹാർട്ട്, കേൾക്കുന്ന ഹൃദയം. പിതാവിൽ നിന്ന് കേൾക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഹൃദയം ശാന്തമാക്കണം. ലോകത്തിൻ്റെ ശബ്ദങ്ങൾ പലപ്പോഴും ദൈവവചനത്തെ മൂടിക്കെട്ടുന്നുണ്ട്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ അവൻ്റെ സത്യം വ്യക്തമായി കേൾക്കുന്നു. കേൾക്കുന്ന ഹൃദയം ആത്മീയ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ലോകത്തിൻ്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കരുത്, ദൈവത്തിൻ്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കണം. ലോകം ഒരുപാട് മ്ലേച്ഛതകളുടെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, തിന്മയുടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സത്യം വ്യക്തമായി കേൾക്കണം. അവൻ നൽകുന്ന നിത്യജീവൻ നമുക്ക് അവകാശമാക്കിയെടുക്കാം. അതിനുവേണ്ടി നാം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. 28ാമത്തെ ചിന്ത, ഏകനായ സ്വർഗീയ സാക്ഷി, ദ യൂണിക് ഹെവൻലി വിറ്റ്നസ്. പിതാവിൻ്റെ അടുക്കിൽ നിന്ന് വന്നത് യേശുക്രിസ്തു മാത്രമാണ്. ഇതാണ് ഈ അതുല്യതയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. യേശുവിന് വെറും ഒരു ധാർമ്മിക ഗുരുവാക്കി, അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയാക്കി, അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവാക്കിയൊക്കെ ഇന്ന് സമൂഹം മാറ്റുന്നുണ്ട്. ഇത് അവൻ്റെ ദൈവത്വത്തെ നിഷേധിക്കലാണ്. സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് പറയുകയാണ്, മറ്റുള്ളവർ വാതിലിന് പുറത്തുനിന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ പുത്രൻ പിതാവിൻ്റെ മടിയിൽ നിന്ന് അവനെ വെളിപ്പെടുത്തുന്നു. ആയതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികൾ 4:12 പറയുന്ന പോലെ ആകാശത്തിൻ്റെയും മനുഷ്യരുടെയും രക്ഷിക്കപ്പെടാൻ മറ്റൊരു നാമവുമില്ല, മറ്റൊരുത്തിനും രക്ഷയില്ല എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ എല്ലാവരോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പെരുമാറാൻ ക്രിസ്തു നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹമെന്നത് സത്യത്തിൻ്റെ വിട്ടുവീഴ്ച ചെയ്യലില്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെ മാറ്റിക്കളയുകയല്ല. അത് ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ഏക രക്ഷകൻ. യേശു ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയോ അല്ലെങ്കിൽ സമൂഹത്തെ നന്മ ചെയ്ത ആളോ അല്ലെങ്കിൽ പ്രവാചകനൊക്കെ ആയിട്ട് സമൂഹം ചിത്രീകരിക്കുന്നു. ഇതൊന്നുമല്ല നമുക്ക് ക്രിസ്തു. ക്രിസ്തു നമ്മുടെ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരാണ്. അവനിൽ മാത്രം വിശ്വസിക്കുക, രക്ഷിക്കപ്പെടാൻ അവൻ്റെ നാമം മാത്രമാണ്. അവനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ എവൻഗലിയൻ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി 28 ചിന്തകളാണ് നമ്മൾ കണ്ടത്. ഈ 28 ചിന്തകളും നമ്മുടെ നിത്യജീവിതത്തിൽ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന പാലങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ 28 ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്താവുന്ന ചിന്തകളായി മാറട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.